ഹായ്, ഇന്നൊരു ചിക്കൻ ലോഡഡ് ഫ്രൈൻ്റെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ലോഡഡ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ല മിക്സാക്കി പിന്നെ ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ചിക്കനെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഓരോരോ ചിക്കൻ പോപ്പ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിം വെച്ചിട്ട് ചിക്കനിനെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ചെറിയ പീസായതുകൊണ്ട് തന്നെ ചിക്കന് വേഗം തന്നെ കുക്കായി കിട്ടും. ഇതാ ഇത് കളറിപ്പോൾ മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ കോരിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ പോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിലോട്ട് നമുക്കൊരു സോസ് റെഡിയാക്കി എടുക്കാം. ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ ഇല്ലെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ 1/2 കപ്പ് പാൽ ഇതിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ലംസ് ഒന്നും ആവാതെ പോലെ പാങ്ങൽ മിക്സ് ആക്കി എടുക്കുക. ഇതാ ഇതുപോലെ മിക്സായിട്ട് വരും. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ചീസി ഫ്ലേവർ കിട്ടാൻ ഇതാ ഞാനിവിടെ ഒരു സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് പാങ്ങൽ മിക്സാക്കി എടുക്കുക. ഈ സോസ് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിനെ മിക്സ് ആക്കി എടുക്കാം. ചിക്കൻ പോപ്സിനെല്ലാം ഇതാ ചെറുങ്ങനെ തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. സോസ് കുറച്ച് ലൂസായി കിട്ടാനിതാ ഈ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് അതിനൊന്ന് കറക്കിയെടുത്താൽ മതി. ഇതുപോലെ ലൂസായി കിട്ടും. ഇനി ഇത് സെറ്റാക്കി എടുക്കാം. ഇതിലോട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. നേരത്തെ ആക്കി വെച്ച സോസ് ഇതാ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ പിന്നെ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ലെയർഡ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നും സോസ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലോട്ട് കുറച്ച് മയോണീസും പിന്നെ കെച്ചപ്പും ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ആക്കി വെച്ച സോസും ഇല്ലേ കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അതിനോട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായി. കുട്ടികൾക്കായാലും പിന്നെ വലിയ ആൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും എന്തായാലും ഇത്. അപ്പോൾ ഇത് കഴിക്കാത്ത ആളുണ്ടെങ്കിലൊന്ന് ട്രൈ ആക്കി നോക്കണം.